ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 സെപ്റ്റംബർ മാസ ഫലമാണ്. സെപ്റ്റംബർ മാസത്തിൽ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന ഉണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. മലയാള വർഷം അനുസരിച്ച് കൊല്ലവർഷം 1200-ാം ആണ്ട് ചിങ്ങമാസം 16-ാം തീയതി മുതൽ കന്നിമാസം 14-ാം തീയതി വരെയുള്ള ഒരു മാസം. കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശ്യാധിപനായിരിക്കുന്ന ചന്ദ്രൻ പക്ഷബലം കൂടിയും കുറഞ്ഞുമൊക്കെ സ്ഥിതി ചെയ്യും. മറ്റൊരു പ്രധാന കാരണം ഏറ്റവും ദൈവാധീനം ഉള്ള ഒരു സമയമാണ്. സർവേശ്വരകാരകനായ വ്യാഴം, അത് ഭാഗ്യഭാവാധിപൻ കൂടിയാണ് കർക്കിടകം രാശിക്കാർക്ക്. 9-ാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് 11-ാം ഇടത്ത് സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ നിൽക്കുന്നു, ബലവാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ പൂർണ്ണമായ ദൈവാധീനം പല കാര്യങ്ങൾക്കും വന്നു ചേരുക സ്വാഭാവികമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. സുഹൃത്തുക്കളുടെയും സഹോദരന്മാരെയും സൂചിപ്പിക്കുന്ന ഭാവമായ 3-ാം ഭാവമായ കന്നി രാശിയിലേക്ക് കേതു അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ സുഹൃത്തുക്കൾക്കും സഹോദരസ്ഥാനീയർക്കുമൊക്കെ പൊതുവെ നല്ല ഒരു സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കുന്നതിനും സഹോദരസ്ഥാനിയിൽ നിന്ന് സഹായം ലഭിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. മറ്റൊരു പ്രധാന ഭാവമാണ് സന്താനഭാവം. ദീർഘകാലമായിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്ന കർക്കിടകം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള ഒരു ഭാഗ്യം വന്നു ചേരുവാൻ യോഗമുണ്ട്. പല കാരണങ്ങളാലും സന്താന തടസ്സമൊക്കെ ഉള്ളവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുവാൻ യോഗമുള്ള ഒരു മാസവും കൂടിയാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. പ്രതിഭകൾ കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കായിക രംഗവുമായി ബന്ധപ്പെട്ട് മത്സര രംഗത്തൊക്കെ നിൽക്കുന്നവർക്കും ആ രംഗത്ത് നിൽക്കുന്നവർക്ക് അവരവരുടെ കഴിവ് തെളിയിക്കുവാൻ സാധിക്കും. മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. അംഗീകാരങ്ങൾ ലഭിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. പ്രസിദ്ധിയും കീർത്തിയും വന്നു ചേരും ഈ കർക്കിടകം രാശിക്കാർക്ക്. മറ്റൊരു പ്രധാന ഭാവം വിവാഹ ദാമ്പത്യ ഭാവമാണ്. ദാമ്പത്യ ഭാവത്തിലേക്കും ഈ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ നല്ല ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. സന്തോഷത്തോടുകൂടി, ഐശ്വര്യത്തോടുകൂടി, സമാധാനത്തോടു കൂടിയ ഒരു ജീവിതം വന്നു ചേരും. വീട്ടമ്മമാരായിരിക്കുന്നവർക്കും നല്ലതാണ്. പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുകയും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുകയും അതുപോലെ തന്നെ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ വാഹനം മോടി പിടിപ്പിക്കുകയോ ഉള്ള വാഹനം മോടി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ പുതിയ ഒരു വാഹനം വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും പരമാവധി വിട്ടുവീഴ്ചയിലൂടെ അവർക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും യോഗമുണ്ട്. അത്രയും കാര്യങ്ങൾക്ക് വ്യാഴത്തെ കൊണ്ട് അനുകൂലമുള്ള സന്ദർഭമാണ്. മറ്റൊരു കാരണം തൊഴിൽ സ്ഥാനാധിപൻ, അത് 4, 5, 10 ഭാവാധിപത്യം കൊണ്ട് കേന്ദ്ര ത്രികോണാധിപത്യ രാജയോഗകാരകനായ ചൊവ്വ ബലവാനായിട്ട് സ്ഥിതി ചെയ്യുന്നത് 12-ാം ഇടത്താണ്. 12-ാം ഇടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള ചെറിയ ചെറിയ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും സ്വന്തം നാട് വിട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസ കാര്യത്തിനായാലും തൊഴിൽ കാര്യത്തിനായാലും സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്ക് അഭിവൃദ്ധികരമായ ഒരു കാലമാണ്. സ്വന്തം നാട് വിട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവർ, തൊഴിലിനായിട്ടും വിദ്യാകാര്യത്തിനായിട്ടും പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. അതിനുള്ള പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനും പണം വന്നു ചേരുന്നതിനും സർട്ടിഫിക്കറ്റുകളൊക്കെ റെഡിയാകുന്നതിനും സൂചനയുണ്ട്. ശനി അഷ്ടമഭാവത്തിലാണ്. പാപന്മാർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഭാവത്തിലാണ്. തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടിയുള്ളതിനാൽ സഹപ്രവർത്തകരുമായിട്ട് വളരെയധികം നല്ല രീതിയിൽ പോകുവാൻ ശ്രദ്ധിക്കണം ഈ ആയില്യം നക്ഷത്രക്കാർ. തൊഴിൽ വിജയമൊക്കെ വന്നു ചേരും.
അത് തൻ്റെ തന്നെ അലസത മൂലം അല്ലെങ്കിൽ ഉത്തരവാദിത്വം മറ്റുള്ളവരെ ഏൽപ്പിക്കുക മൂലം മേലധികാരികളിൽ നിന്ന് ചില അപ്രീതി ഉണ്ടാകുവാൻ സൂചനയുണ്ട്. അങ്ങനെ ഉണ്ടാകാതെ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരവർ തന്നെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു തീർക്കേണ്ടതുമാണ്. മറ്റൊരു പ്രധാന കാര്യം, വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ അതീവ ജാഗ്രത ആവശ്യമുള്ള ഒരു മാസമാണ് ഈ കർക്കിടകം രാശിക്കാർ. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുന്നവർ ആണ് ഏറ്റവും കൂടുതൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരും സ്വന്തം നിലയ്ക്ക് ധനകാര്യ ഏർപ്പാടുകൾ ചെയ്യുന്നവർ, ബിസിനസ്സുകൾ ചെയ്യുന്നവർ, കൊടുക്കൽ വാങ്ങൽ, വായ്പ വാങ്ങുന്നവർ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഉടമ്പടികളൊക്കെ ഒപ്പുവെക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന കാര്യം, ഏതെങ്കിലും തരത്തിൽ ശത്രുക്കൾ വർദ്ധിക്കുവാൻ സൂചനയുണ്ട്. അത് കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് ശത്രുക്കളെ നിഷ്പ്രഭരാക്കുവാൻ സാധിക്കുന്ന ഒരു മാസവും കൂടിയാണ് ഈ മാസം. പ്രവർത്തന രംഗത്ത് എല്ലാവിധത്തിലും വിജയങ്ങൾ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും, അതുപോലെ തന്നെ ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും, ശനിപ്രീതികരമായ കാര്യങ്ങളും നാഗരാജാപ്രീതികരമായ കാര്യങ്ങളും ഒക്കെ ചെയ്താൽ കൂടുതൽ ഐശ്വര്യത്തോടുകൂടി സമ്പൽ സമൃദ്ധിയോടുകൂടി തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.